ഹായ് വ്യൂവേഴ്സ്, ചന്ദ്രലേഖയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എന്താ വെയിലല്ലേ! വേനൽ കനത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചർമ്മത്തിൻ്റെ കാര്യത്തിലും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണിത്. അപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ ലോഷനൊക്കെ യൂസ് ചെയ്ത്, അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിച്ച് നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും അതിനനുസരിച്ച് ഈ വേനലിനെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചന്ദ്രലേഖയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് നിരവധി ചർച്ചകൾ നമുക്കിടയിൽ നടക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഇടയിൽ ജീവിച്ച് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ സ്ത്രീകളെ പരിചയപ്പെടുക എന്നതാണ് സ്ത്രീ ശാക്തീകരണത്തിനുള്ള ഏറ്റവും നല്ല മാർഗം. പിന്നിലാവ് എന്ന സെഗ്മെൻ്റാണ് ചന്ദ്രലേഖയിൽ ആദ്യം. പ്രമുഖ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും മഹാത്മാഗാന്ധിയുടെ പത്നിയുമായിരുന്നു കസ്തൂർബ ഗാന്ധി. പോർബന്തറിലെ വ്യാപാരിയായിരുന്ന ഗോകുൽദാസ് നഗൻജിയുടെയും വിരാജ് ജുൻവറിന്റെയും മകളായി പോർബന്തറിലാണ് കസ്തൂർബയുടെ ജനനം. കസ്തൂർബയുടെ 7-ാം വയസ്സിൽ തന്നെ ഉറപ്പിച്ചിരുന്ന മഹാത്മാഗാന്ധിയുമായുള്ള വിവാഹം ഇരുവരുടെയും 13-ാമത്തെ വയസ്സിലാണ് നടന്നത്. വിവാഹശേഷമാണ് കസ്തൂർബ എഴുത്തും വായനയും പഠിക്കുന്നത്. പിന്നീട് ഇംഗ്ലീഷും പഠിച്ചു. നിയന്ത്രണങ്ങളിൽ കെട്ടപ്പെട്ടിരുന്ന ആദ്യകാല ജീവിതത്തോട് ഏറെ സഹനത്തോടെ നിശബ്ദമായി അവർ നിലകൊണ്ടു. ഗാന്ധിജിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് തൊട്ടുകൂടായ്മ പോലെയുള്ള വിശ്വാസങ്ങൾ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ഡർബനിലെ ഗാന്ധിജിയുടെ ഫീനിക്സ് സെറ്റിൽമെന്റിൽ സജീവമായതോടെയാണ് കസ്തൂർബ പൊതുജീവിതത്തിലേക്ക് എത്തുന്നത്. ക്രിസ്തീയ രീതിയിലല്ലാത്ത എല്ലാ വിവാഹവും നിരോധിച്ച ദക്ഷിണാഫ്രിക്കൻ സുപ്രീം കോടതി വിധി ഇരുവരുടെയും സമരത്തെ തുടർന്ന് തിരുത്തപ്പെട്ടു. 1915 കസ്തൂർബ ഗാന്ധിജിക്കൊപ്പം ഇന്ത്യയിലെത്തി. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് ഗാന്ധിജി ജയിലിലായപ്പോൾ ഗ്രാമങ്ങളിൽ സമര പോരാളികൾക്ക് കസ്തൂർബ ഊർജം പകർന്നു. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തോടെ സ്വാതന്ത്ര്യ സമര രംഗത്ത് കസ്തൂർബ സജീവമായി. പൂനെയിലെ ആഗാഖാൻ പാലസിൽ തടവിലിരിക്കുമ്പോഴാണ് കസ്തൂർബ ഗാന്ധി ബ്രോങ്കൈറ്റിസ് ബാധിച്ച് മരണമടയുന്നത്. കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ എല്ലാ കാലത്തും ശ്രദ്ധാലുക്കളാണെങ്കിലും പാരന്റിംഗ് എന്നൊരു കൺസെപ്റ്റിന് ഇക്കാലത്ത് വളരെ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രലേഖയുടെ പാരന്റിംഗ് സെഗ്മെന്റാണ് അടുത്തത്. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം സംസാരിക്കാറുണ്ട്. എന്നാൽ ശരിക്കും ഒരു സ്ത്രീ ശക്തിപ്പെടുന്നത് അവളുടെ ചെറിയ പ്രായത്തിൽ തന്നെയാണ്. ഒരു പെൺകുട്ടിയെ എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായി പാരന്റിംഗ് കൺസൾട്ടൻ്റായ ജസീന ബക്കർ എന്ന് നമ്മളോടൊപ്പമുണ്ട്. പെൺകുട്ടികളുള്ള പാരൻസിന് എപ്പോഴും ചെറിയൊരു ടെൻഷനൊക്കെ കാണും. എങ്ങനെ ഈ കുട്ടിയെ ഈ ഒരു ലോക സാഹചര്യത്തിൽ എങ്ങനെ വളർത്തിയെടുക്കുന്നൊക്കെ, എങ്ങനെ ഒരു പെൺകുട്ടിയെ നല്ലൊരു യുവതിയെ വളർത്തിയെടുക്കാൻ പറ്റും? ആക്ച്വലി ചെറുപ്പത്തിൽ നോക്കുകയാണെങ്കിൽ പെൺകുട്ടികളെ വളർത്തിയിരിക്കുന്ന പോലെ ഇരിക്കും അവർ എത്രത്തോളം അവർക്ക് കോൺഫിഡൻസ് ലൈഫിൽ ഉണ്ടാകും. കാരണം ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെ വളർത്തുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കുട്ടികളെ ഈ പ്രോബ്ലംസ് നേരിടുക എന്നുള്ള ഏറ്റവും വലിയ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ചെറുതാകുമ്പോൾ പെൺകുട്ടികളെ വളർത്തുന്നത് വളരെ സോഫ്റ്റായിട്ട്, അധികം സംസാരിക്കാൻ പാടില്ല. ഇംഗ്ലീഷിൽ പറയൂ ഷുഡ് ഓൺലി ബി സീൻ നോട്ട് ഹേർഡ് എന്ന് വെച്ചാൽ നിങ്ങൾ കാണാം, പക്ഷെ നിങ്ങൾ സോഫ്റ്റായിട്ടൊക്കെ സംസാരിക്കണം, ലൗഡായിട്ട് സംസാരിക്കരുത്. ലൗഡായിട്ട് സംസാരിച്ച് അഗ്രസീവായി പോകും. അഗ്രസീവ് ആൺകുട്ടിയുടെ നേച്ചറാണ്. അപ്പം ചെറുപ്പത്തിൽ ടോയ്സ് തന്നെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കാണുമ്പോൾ ഗേൾസിന് അധികം ഡോൾസ് ആയിരിക്കും, ആൺകുട്ടികൾക്കാണെങ്കിൽ ഫുട്ബോൾ അല്ലെങ്കിൽ ഗണ്ണൊക്കെ ആയിരിക്കും. അവിടെ തന്നെ വലിയൊരു ഡിഫറൻസ് ആണ്. അപ്പോൾ പെൺകുട്ടികൾക്കുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ ഈ ഡോള്, ഇതിനെ മേക്കപ്പ് ചെയ്യുക, ഇതിനെ കല്യാണം കഴിപ്പിക്കുക, ഇതൊക്കെയാണ് പെൺകുട്ടികൾ വളർന്നു വരുന്ന അവരൊരു അപ്ബ്രിങ്ങിങ്ങിൻ്റെ അവർക്ക് അതാണ് അവരുടെ ഫോക്കസ്. അറ്റ് ദ സെയിം ടൈം ബോയ്സിന് ഇങ്ങനെ കുറച്ചും കൂടി സ്മാർട്ടാവുക, എങ്ങനെയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുക, ഞാൻ എങ്ങനെയാണ് കുറച്ചും കൂടി റിസ്ക് ടേക്കറാന്നൊക്കെയാണ്. അപ്പോൾ റിസ്ക് ടേക്കർക്ക് മാത്രമേ ശരിക്കും ഒരു കോൺഫിഡൻസ് ലൈഫിൽ വരുന്നുള്ളൂ. പെൺകുട്ടി ഇവിടെ ഡോളിനേറ്റ് കളിച്ച് അതിനെ മേക്കപ്പ് ചെയ്ത് അതിനെ കല്യാണം കഴിക്കുമ്പോൾ പെൺകുട്ടിയുടെ ആംബിഷൻ തന്നെ വലുതായിട്ട് എനിക്ക് എന്തായാലും കല്യാണം കഴിച്ച് പോകാനുള്ളതാണെന്ന്. അപ്പോൾ അവിടെ ഒരു കോൺഫിഡൻസോടെ അല്ല കുട്ടി വളർന്നത്. എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കുന്നുള്ള ഒരു കോൺഫിഡൻസ് അതിന് കിട്ടുന്നില്ല. കാരണം അൾട്ടിമേറ്റ്ലി ഇന്ന് എൻ്റെ ഫാദറിനെ നോക്കുന്നു, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാദർ ബ്രദറിനെ കൊണ്ട് നോക്കിക്കും, ഫൈനലി ഹസ്ബൻഡ് എന്നെ നോക്കും, പിന്നെ എൻ്റെ മോൻ നോക്കും. സോ ലൈഫിൽ തന്നെ എപ്പോഴും എനിക്ക് കൈ പിടിച്ച് നടക്കാൻ ഒരു മെയിൽ മെമ്പർ കാണും. ഇങ്ങനെ വളർന്നൊരു കുട്ടിക്ക് ഒരിക്കലും ലോകത്തിന് കോൺഫിഡൻസിലൂടെ നേടാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ പേരൻറ്റിങ്ങിലുള്ള പ്രോബ്ലം വരുന്നത്. കാരണം ഡിഫറെൻ്റ് ആയിട്ട് വളർത്തുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറേയൊക്കെ മാറ്റം വന്നെന്ന് തോന്നുന്നു. ഇപ്പോൾ ടൗൺ ഏരിയയിലൊക്കെ ആണെങ്കിൽ തന്നെ കുട്ടികളെ എല്ലാത്തിലും ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ ഒരു മിസ്സിങ്. കാരണം എത്ര പെർസെൻ്റാണ് മാറ്റം വരുന്നിട്ടുള്ളത്? എത്ര പെർസെൻറ്റിലാണ് മാറ്റം വന്നിട്ടുള്ളത്? വളരെ കുറച്ച് പെർസെൻറ്റിൽ. മിക്ക പേരൻസ് പെൺകുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ഇതിൽ എത്ര പെൺകുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട്? അവിടെ ഒരു വലിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിലും കോളേജസിലും പോയി നോക്കിയാൽ 50-50% ബോയ്സും ഗേൾസും.
അത് കഴിഞ്ഞ് വർക്കിലേക്ക് വരുമ്പോൾ ഒരു 10% കുറഞ്ഞ് 60-40 ആയി. പിന്നെ നെക്സ്റ്റ് ലെവൽ മാനേജറിയൽ ലെവലിലേക്ക് പോകുമ്പോൾ വീണ്ടും കുറഞ്ഞു 70-30 ആയി. കാരണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര പെൺകുട്ടികൾ ജോലി ചെയ്യുന്നത് പെർസെൻറ്റേജ് കുറഞ്ഞു. കുറച്ചും കൂടി മുന്നോട്ട് പോയി 80-20 ആയി. കാരണം പിന്നെ മെറ്റേണിറ്റിയിലേക്കായി പെൺകുട്ടികൾ പ്രസവിച്ചു. അപ്പോൾ പിന്നെ അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 80-20% മാത്രം വർക്ക് ചെയ്യുള്ളൂ. ഫൈനലി ഏറ്റവും ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 5% പെൺകുട്ടികൾ അവിടെ ഉള്ളൂ. അപ്പോൾ വളർത്തുന്നതിൽ നമ്മൾ എഡ്യൂക്കേഷനിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നൊരു ചേഞ്ചസ് വന്നിട്ടുള്ളൂ. എല്ലാവരും പെൺകുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ അടുത്തൊരു വുമൺ എംപവർമെൻറ്റ് വർക്ക്ഷോപ്പിൽ പോയപ്പോഴും ഒരു പെൺകുട്ടീനോട് തമിഴ്നാട് വന്ന പെൺകുട്ടീനോട് പറയാണ്, ഞങ്ങളവിടെ അവർ ആ ഒരു വില്ലേജിൽ എല്ലാ പെൺകുട്ടികളും എൻജിനീയറിംഗ് പഠിപ്പിക്കുന്നു. ഞാൻ വാസ് വെരി നൈസ്. കാരണം പെൺകുട്ടികൾക്ക് എൻജിനീയറിംഗ് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കാര്യമല്ലേനും. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എൻജിനീയറിംഗ് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാരേജ് മാർക്കറ്റിൽ ഇന്ന് അവരെ ആ സ്ഥലത്ത് ഏറ്റവും ഡിമാൻഡ് എൻജിനീയേഴ്സിനെയാണ്. അപ്പോൾ ആ കുട്ടീനെ പറയും, പക്ഷേ മാം ഞങ്ങൾ ആരും തന്നെ വർക്ക് ചെയ്യില്ല, ഞങ്ങളൊക്കെ എൻജിനീയേഴ്സ് ആകണം. മാരേജ് മാർക്കറ്റിൽ ഒരു പെൺകുട്ടിക്ക് പ്രപ്പോസൽ വരണമെങ്കിൽ നല്ല പ്രപ്പോസൽ വരണമെങ്കിൽ എൻജിനീയർ ആയിരിക്കണം, പക്ഷെ നോട്ട് നെസസറിലി വർക്കിംഗ്. തൊട്ടടുത്തുള്ള പെൺകുട്ടി ഒരു മലയാളി കുട്ടി അതും പറഞ്ഞു, ഞങ്ങളവിടെ വലിയ വ്യത്യാസമില്ല, ഞങ്ങൾ എൻജിനീയേഴ്സ് ആവും, ഞങ്ങൾ സ്വന്തം ഇഷ്ടം കൊണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ എത്ര ഫ്രണ്ട്സിന് വർക്ക് ചെയ്യുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവിടെ നിന്നു ആ ഒരു എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്ന വെരി ഫ്യൂ പീപ്പിൾ ആണ്. കാരണം അത്ര കുറേ പ്രശ്നങ്ങളാണ് പെൺകുട്ടികളുടെ ലൈഫിലേക്ക് വരുന്നത്. ഇപ്പം ചെറുപ്പത്തിലെ ഈ പെൺകുട്ടികൾക്ക് ആദ്യം ചെയ്തു വരുന്ന ഫെയറി ടെയിൽസ് അങ്ങനത്തെ ഇത് കാണിക്കുക, കുറേ ഡോൾസ് മേടിച്ചു കൊടുക്കുക, ഇത് അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തും? അത് ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് പെൺകുട്ടികൾ. കാരണം പെൺകുട്ടികൾ വായിക്കുന്നതൊക്കെ സിൻഡ്രേല സ്റ്റോറീസ്, സ്നോ വൈറ്റ് സ്റ്റോറീസ്, ഇതൊക്കെ ഭയങ്കര ഫാസിനേഷൻ അവർക്ക്. ഇതിൽ സ്റ്റോറീസിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡാംസിൽ ഇൻ ഡിസ്ട്രെസ്, ഒരു പെൺകുട്ടി ഭയങ്കര പ്രശ്നത്തിൽ പെടുന്നു, പിന്നെ ഒരു പ്രിൻസ് ഹോസ്റ്റലിൽ വരുന്നു, പെൺകുട്ടീനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു, അവർ പാലസിലേക്ക് കൊണ്ടുവന്നു, ലാസ്റ്റ് ഹാപ്പിലി എവർ ആഫ്റ്റർ. അത് പഠിച്ചിട്ടാണ് പെൺകുട്ടികൾ വളരുന്നത്. അപ്പോൾ അവർ ലൈഫിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഒരു പ്രിൻസ് വരും, ഒരു വൈറ്റ് ഹോഴ്സിൽ തന്നെ കൊണ്ടുപോകും, എന്നിട്ട് വി വിൽ ലിവ് ഹാപ്പിലി എവർ ആഫ്റ്റർ. എനിക്കൊന്നും മിക്ക പെൺകുട്ടികളും ഫെയറി ടെയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രിൻസ് എന്ന് പറഞ്ഞ റിയാലിറ്റിയിലുള്ള ആൺകുട്ടികൾ ഈ ഫെയറി ടെയിൽ വായിക്കുന്നില്ല. അവർക്ക് അറിയുന്നില്ല എന്താണ് അവരെ ഭാര്യമാരുടെ എക്സ്പെക്റ്റേഷൻസ്. പിന്നെ പേരൻസ് ആണെങ്കിൽ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം ഈ ലിവ് ഹാപ്പിലി എവർ ആഫ്റ്ററിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഫെയറി ടെയിലും പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞ കാര്യം. അത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി മാരേജിൽ റിയാലിറ്റീസ് വരുന്നത്. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ പ്രശ്നങ്ങൾ. പക്ഷെ പെൺകുട്ടികൾ ഞാൻ ഏത് സെഷനിൽ പോയി കഴിഞ്ഞാലും പെൺകുട്ടികളുടെ ലൈഫിൻ്റെ ആ ഒരു രീതി പോകുന്നത് തന്നെ ഒരു ഫെയറി ടെയിലായിട്ടായിരിക്കും. ഈ അടുത്ത് ഞാൻ ലേഡീസ് വർക്ക്ഷോപ്പിൽ പോയപ്പോൾ ഒരു ലേഡിനോട് പറയണേ, ഞങ്ങൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് എപ്പോഴും എൻ്റെ ഫിയാൻസി എന്നെ എപ്പോഴും വിളിക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു, ഭയങ്കര ലവിങ് എന്ന്. ഇപ്പോൾ സംസാരിക്കാറില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായിരുന്നു? പറഞ്ഞാൽ 20 വർഷമായി. അപ്പം ഞാൻ എൻഗേജ്മെൻറ്റ് പീരീഡ് എത്ര ഉണ്ടായിരുന്നു? അതൊരു 4 months. ആ 4 months ജീവിച്ച കാര്യങ്ങളാണ് 20 വർഷം കഴിഞ്ഞിട്ടും ആ ലേഡി അതിൻ്റെ മനസ്സിൽ ഫെയറി ടെയിലായിട്ട്. കാരണം ലൈഫ് ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരു 2-3 മണിക്കൂറൊന്നും സംസാരിക്കാൻ ചിലപ്പോൾ പറ്റില്ല. 20 years കഴിഞ്ഞിട്ടും ആ ഒരു ലേഡി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു 4 months ആ ഒരു ഫെയറി ടെയിൽ ലൈഫാണ്. റിയാലിറ്റിയിലേക്ക് വരുന്നില്ല. കാരണം ഇതാരും പറഞ്ഞു കൊടുക്കുന്നില്ല. മാരിഡ് ആൻഡ് ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ കഴിഞ്ഞിട്ടാണ് ആക്ച്വൽ ലൈഫ് എന്ന് പെൺകുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഈ കൗമാരക്കാരായ പെൺകുട്ടികളുടെ അമ്മമാരായിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ എടുക്കുക. കാരണം ഇവരുടെ സ്വഭാവം എപ്പോഴാണ് മാറുക എന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ നന്നായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഈ ടീനേജ് പെൺകുട്ടികളുടെ ഏറ്റവും വലിയ എനിമി ആരാണ്? മദേഴ്സാണ്. കാരണം ഈ മദേഴ്സും ഇതിലൂടെ നടന്നു വന്ന ആൾക്കാരാണ്. അപ്പോൾ ടീനേജ് കുട്ടികളെത്തുമ്പോൾ അവർക്ക് ശരിക്കും ഭയങ്കര ഹോർമോണൽ ചേഞ്ചസ് ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ട്. ആ ഹോർമോണൽ ചേഞ്ചസ് വെച്ചിട്ട് അവർക്ക് ഒരു ഷിഫ്റ്റാണ്. ഞാനൊരു സ്ത്രീ ആയില്ല എന്നാൽ ഞാനിപ്പോൾ കുട്ടിയല്ല. ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. എന്നെ സ്ത്രീ ആയിട്ട് എടുക്കുമോ എന്നെ കുട്ടിയായിട്ട് എടുക്കുമോ എന്ന് രണ്ട് സൈഡിലും അല്ല. അന്ന് എനിക്കായിട്ടൊരു സെപ്പറേറ്റ് ലൈഫില്ല. പിന്നെ ആ ഒരു സമയത്താണ് ഒരു ടോട്ടലി ബ്യൂട്ടിനോടുള്ളൊരു താല്പര്യം വരുന്നത്. ആ ഒരു സമയത്ത് തന്നെയാണ് മുഖത്ത് നിറയെ പിമ്പിൾസും ഒക്കെ വരുന്ന ഒരു സമയം. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ പെൺകുട്ടിയാണ് സമയത്തായിരിക്കും മദർക്ക് തോന്നുന്ന കുട്ടി ഭയങ്കര കോൺസെൻട്രേഷനാണ്, ഭംഗിയിൽ പഠിത്തത്തിനില്ല. അവിടെയാണ് ഫസ്റ്റ് കോൺഫ്ലിക്റ്റ് വരുന്നത്. പിന്നെ ഈ സമയത്ത് ഈ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോഴാണ് ഈ ബോയ്സിനോടുള്ള ഒരു അട്രാക്ഷൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതും
ഏറ്റവും കൂടുതൽ മനസ്സിലാക്കണം മദറാണ്. അവിടെയും മദേഴ്സിനോടായിരിക്കും നമുക്ക് ദേഷ്യം വരിക. അപ്പോൾ ഈ ഒരു സമയത്ത് മദേഴ്സ് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇവർക്ക് വേണ്ടത് ആ ഒരു സമയത്ത് മദേഴ്സിൻ്റെ റോള് സ്ട്രിക്റ്റ് മദറിന് മാറിയിട്ട് ഒരു ഫ്രണ്ട്ലി മദറിലേക്ക് പോകേണ്ട ടൈമായി. ഇനി പഴയ പോലെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന സമയത്ത് ഇരിക്കുക, പറയുന്ന സമയത്ത് കഴിക്കുക, പറയുന്ന സമയത്ത് കുളിക്കുക നടക്കില്ല. കുറച്ചും കൂടി ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരിക്കണം. അപ്പോൾ അവർ ആ പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ട് വേണം മദേഴ്സ് നീങ്ങണം. ഫാദേഴ്സ് മിക്കവാറും ഇതിൽ ഇൻവോൾവ് ആയിരിക്കില്ല, കാരണം ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഏജ് വന്ന് എപ്പോഴും ഫാദേഴ്സിന് എന്താ വെച്ചാൽ പപ്പാസ് ഗേൾ ആ ഒരു ലവിങ് ഇങ്ങനെ സ്നേഹിച്ച് പോകാന്നല്ലാണ്ട് ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഏരിയയിൽ ഫാദേഴ്സ് ഒട്ടുമിക്കും വരുന്നില്ല. എപ്പോഴെങ്കിലും ഒരു മദർ പോയി കംപ്ലയിൻറ്റ് ചെയ്താൽ മാത്രമാണ് ഫാദർ അവിടെ ഒരു ആക്ഷൻ എടുക്കാൻ വരുന്നത്. പക്ഷേ മദേഴ്സ് ആ ഒരു എനിമി ആയിട്ട് മാറും. പക്ഷെ ആ ഒരു സമയത്ത് എനിമി ആയിട്ട് മാറാണ്ട് ഫ്രണ്ട്ലി ആയിരുന്നാൽ മാത്രമാണ് ഈ പെൺകുട്ടി അതിൻ്റെ ആ കൗമാരത്തിലുള്ള എല്ലാ പ്രോബ്ലംസ് വന്ന് മദേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ടീനേജ് തന്നെയാണ് മദേഴ്സിനെക്കാട്ടിയും ഫാദേഴ്സിനെക്കാട്ടിയും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അവരുടെ ലൈഫിൽ അവരുടെ ഫ്രണ്ട്സ്. കാരണം എന്ത് പറഞ്ഞാലും ഫ്രണ്ട്സ് ആക്സെപ്റ്റ് ചെയ്യും. എനിക്കൊരു പ്രേമമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഫ്രണ്ട്സ് ആക്സെപ്റ്റ് ചെയ്തു, അതിൽ കൂടെ എൻകറേജ് ചെയ്തു. പക്ഷെ ഇത് മദർ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ എന്തിനും എൻകറേജ് ചെയ്ത് കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സാണ്. ആ ഒരു സമയത്താണ് പേരൻസിനോടുള്ള അടുപ്പം മാറിയിട്ട് ഫ്രണ്ട്സിനോട് കൂടുതൽ ഇഷ്ടം തോന്നുക. അത് അവർക്കൊരു ഫ്രീഡം കൊടുക്കുക. ആ ഒരു സമയത്ത് ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻറ്റ്. നമ്മളതൊന്ന് അക്സെപ്റ്റ് ചെയ്യാം. അവര് ഉപദേശിക്കും. ഉപദേശം പെൺകുട്ടികൾക്ക് ഇഷ്ടമല്ല. പെൺകുട്ടികൾ എന്നല്ല, ഒരു കുട്ടികൾക്കും ഉപദേശം ഇഷ്ടമല്ല. ഈ ഉപദേശിക്കുന്ന കാര്യത്തിന്റെ ടോൺ മാറിയിട്ട് ഉപദേശം അല്ലാണ്ട് ഇതൊരു ഫ്രണ്ട്ലിനെസ് ആയിട്ട് ഫ്രണ്ട്ലി നേച്ചറിൽ പറഞ്ഞ് കുട്ടികൾ പിന്നെടുക്കും. പിന്നെ എപ്പോഴും മദേഴ്സിനുള്ള കാര്യം വെച്ചാൽ നമ്മൾ ചെറുതാകുമ്പോൾ കുട്ടികളോട് ഒരു കാര്യം 5-10 പ്രാവശ്യം പറഞ്ഞാൽ അവർ കേൾക്കില്ല. അപ്പം നമ്മളൊരു ഹാബിറ്റ് ഇട്ടു. ഇപ്പോൾ മോളെടുത്ത് പറയാണ് ഡ്രസ്സ് ബെഡിലിടലെന്ന് പറയാണ്. ചെറുപ്പത്തിൽ ഡ്രസ്സ് ബെഡിലിടുക 10 പ്രാവശ്യം പറഞ്ഞാൽ കുട്ടി കേൾക്കില്ല. പക്ഷെ കുറച്ചും കൂടി ടീനേജ് ആയി വരുമ്പോൾ നമ്മൾ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. 2ാമത്തെ പ്രാവശ്യം വരുമ്പോൾ കുട്ടി പറയും യോ നീ പറയില്ലേ ഭയങ്കര ശല്യമാണ് മഞ്ഞ പറയലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ തന്നെ നേച്ചർ ആസ് എ പേരൻറ്റ് ഓരോ സ്റ്റേജിലും കുട്ടികളുടെ ഗ്രോത്ത് അനുസരിച്ച് ഓരോ പേരൻറ്റും അവരെ അപ്രോച്ച് ടുവേർഡ്സ് ചിൽഡ്രൻ മാറ്റിക്കൊണ്ടിരിക്കണം. മിക്ക വീട്ടിലും കാണുന്ന വെച്ചാൽ പേരൻസിൻ്റെ അപ്രോച്ച് സെയിം ആയിരിക്കും. ടോഡ്ലർ ആകുമ്പോഴും സെയിം, കുറച്ച് ഒരു 8 വയസ്സാകുമ്പോഴും അത് തന്നെ, 14 വയസ്സാകുമ്പോഴും അത് തന്നെ, ഇനിയിപ്പോൾ 35 വയസ്സാകുമ്പോൾ പേരൻസിൻ്റെ അപ്രോച്ച് തന്നെ. കുട്ടികൾ വളർന്നുകൊണ്ടും നമ്മൾ ഫ്രണ്ട്ലി ആയിക്കൊണ്ടിരിക്കുക, സീരിയസ് ആയിക്കൊണ്ടിരിക്കുക. നമ്മളെ അപ്രോച്ച് പേരൻറ്റിങ് അപ്രോച്ച് എപ്പോഴും അതിനോട് മാറിക്കൊണ്ടിരിക്കണം. ഇപ്പം തന്നെ വളരെ അട്രാക്റ്റീവായിട്ട് TV കാണുന്ന പിള്ളേർക്ക് കൂടുതൽ അഡ്വർടൈസ്മെൻറ്റിനോടൊരു ക്രേസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ ഇങ്ങനെ പാരൻസിന് പറ്റും. അഡ്വർടൈസ്മെൻ്റാണ് പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. കാരണം എന്ത് പ്രോഡക്റ്റിന് എടുത്ത് നോക്കിയാൽ പെൺകുട്ടികളാണ് അഡ്വർടൈസ്മെൻറ്റ്. ലേഡീസ് ഇപ്പോൾ ഇഫ് യു വെൻ ലുക്ക് മെൻസ് പ്രോഡക്റ്റ്, മെൻസ് പെർഫ്യൂം എടുത്ത് നോക്കിയാൽ, മെൻസ് വാച്ച് എടുത്ത് നോക്കിയാൽ, ഇൻക്ലൂഡിങ് മെൻസ് അണ്ടർ ക്ലോത്ത്സ് വരെ എടുത്ത് നോക്കിയാൽ ലേഡീസാണ് അവിടെ ശരിക്കും മോഡൽസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവർ പ്രോജക്റ്റ് ചെയ്യുന്ന പെൺകുട്ടികളെ എങ്ങനെയാണ് അഡ്വർടൈസ്മെൻറ്റിൽ മോഡൽസ് എപ്പോഴും എങ്ങനെയാണ് വളരെ മെലിഞ്ഞ് ഫെയർ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട്. അപ്പോൾ ഇതാണ് പെൺകുട്ടികൾക്ക് ഇൻഫ്ലുവൻസ് വരുന്നത്. കാരണം അതാണ് അട്രാക്ഷൻ, അതാണ് വേൾഡിന് അട്രാക്ഷൻ, അതാണ് ആൺകുട്ടികൾക്കുള്ള അട്രാക്ഷൻ. അതുകൊണ്ട് എല്ലാ പെൺകുട്ടികളും തിന്നാണ്, 0 സൈസ് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം, പിന്നെ ഭംഗി ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകണം. ഇത് പറ്റാത്ത കുട്ടികളിലേക്ക് ഒരു ഡിപ്രഷൻ വരും. കാരണം എനിക്ക് അത്രയും ഭംഗിയില്ല. ഇപ്പോൾ ഇന്ത്യൻ ഏത് അഡ്വർടൈസ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാലും വെരി ഫ്യൂ അഡ്വർടൈസ്മെൻറ്റാണ് ഡസ്കി സ്കിന്നിലും ഡാർക്ക് സ്കിൻ മോഡൽസിന് എടുക്കുന്നത്. ഈ നന്ദിത ദാസൊക്കെ വന്നിട്ട് ഡാർക്ക് ഇസ് ബ്യൂട്ടിഫുൾ എന്നുള്ള ക്യാമ്പയിനൊക്കെ വന്നിട്ടാണ് പിന്നെ കുറച്ച് എന്നാലും ഇന്ത്യൻ കൾച്ചർ ഡീപ്പ് റൂട്ടഡ് ആണ്. ബ്യൂട്ടിഫുൾ ആൻഡ് ഫെയർ ഗേൾസ് ആയിരിക്കണം. ഏത് മാട്രിമോണിയൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫെയർ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരിക്കണം. അപ്പോൾ എപ്പോഴും പേരൻസും പ്രിപ്പയർ ചെയ്യുന്നത് പെൺകുട്ടികളിലെ ഫെയർ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരിക്കണം. എപ്പോഴും പേരൻസ് പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ കരിയർക്ക് വേണ്ടിയിട്ടല്ല, അവരൊരു മാരേജിനേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗേൾസ് ഇതൊക്കെ കാണുന്നത് എന്തോരം ഫെയർനെസ് ക്രീം ആഡ് കണ്ടിട്ട് കുട്ടികൾ വാങ്ങിക്കാൻ പോകുന്നുണ്ട്, ഡിസപ്പോയിൻറ്റഡ് ആകുന്നുണ്ട്. പിന്നെ ഫേസ് പാക്സ്, ബ്യൂട്ടിഫൈ ചെയ്യാനുള്ള ക്രീംസ്, ഹെയർ ക്രീംസ്, അതിലെനിക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. കാരണം അവർ വിചാരം ഈ അഡ്വർടൈസ്മെൻറ്റ് ഈ ഫ്യൂ സെക്കൻഡ്സിൽ ഈ ഫ്യൂ മിനിറ്റ്സിൽ പ്രോമിസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റിയാലിറ്റിയാണ്. പഴയ പോലെ തന്നെ ഈ ഒരു ഫെയറി ടെയിലിൻ്റെ സംഭവം ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് മീഡിയ എടുത്തുന്നേ ഉള്ളൂ. അത് ബുക്സിലൂടെ, ഇത് വിഷ്വൽ മീഡിയയിലൂടെ അല്ല പ്രിൻറ്റ് മീഡിയയിലൂടെ പെൺകുട്ടികൾ ശരിക്കും ഭയങ്കര അട്രാക്റ്റീവ്. പല ഫെയർനെസ് ക്രീം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഫെയർനെസ് എലിമെൻറ്റ് വിട്ടിട്ട് എംപവർമെൻ്റ് എന്നും പറഞ്ഞിട്ട് വർക്കിംഗ് ഗേൾസ് ആയിരിക്കണം, എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ എനിക്കും വീട് വേണം, എനിക്കും ഹൈ സാലറി വേണം, ഈക്വൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആഡ് വരുന്നുണ്ട്. പക്ഷേ ഈവൻ ദെൻ ആ മോഡലും വളരെ ഫെയർ ആണ്. കാരണം അൾട്ടിമേറ്റ്ലി പ്രോഡക്റ്റ് എന്താ, ഫെയർനെസ് ക്രീമാണ്. അപ്പോൾ ഇത് കുട്ടികളെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് പെൺകുട്ടികൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ സക്സസ്ഫുൾ ആണെങ്കിൽ സക്സസ്സും ഭംഗിയും ഫെയർനെസ്സും ഭയങ്കര റിലേറ്റഡ് ആണ്. സക്സസ്ഫുൾ ലൈഫിലാണെങ്കിൽ യു ഹാവ് ടു ബി ഫെയർ, യു ഹാവ് ടു ബി ബ്യൂട്ടിഫുൾ. പിന്നെ വേറൊരു എലിമെൻറ്റ് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് വെച്ചാൽ മാരേജ്.
എല്ലാ അഡ്വർടൈസ്മെൻറ്റും കാണിക്കണത് ടുവേർഡ്സ് മാരേജ് ആണ്, അല്ലെങ്കിൽ മാരിഡ് ഗേൾസ്. വെരി ഫ്യൂ അഡ്വർടൈസ്മെൻറ്റിലേ ഉള്ളൂ വളരെ സ്ട്രോങ് റോൾ മോഡൽസ് ആയിട്ട് കാണിക്കുന്നത്. ഇപ്പം അമ്മമാർ ഏറ്റവും നേരിടുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു റോൾ മോഡൽസിനെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്, അത് അവരുടെ കടമ തന്നെയാണ്. അതെ. അപ്പം ഏത് തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്? നമ്പർ 1 റോൾ മോഡൽസ് മദേഴ്സ് തന്നെ ആയിരിക്കണം വീട്ടിൽ. അവരെ ഇപ്പോൾ പറഞ്ഞ പോലെ അവരെ ഒരു ഡ്രസ്സിങ് രീതി, അവരെ ടുവേർഡ്സ് എന്താ വെച്ചാൽ എന്തിനോടാണ് അവർ താല്പര്യം കാണിക്കുന്നത്. എപ്പോഴും അമ്മമാർ ബ്യൂട്ടി, പിന്നെ സൈസ് 0 ആണ്, ബ്യൂട്ടിഫുൾ ആയിരിക്കണം, ഡ്രസ്സപ്പ് ചെയ്യുന്നത് മാത്രമുള്ളതാണ് അമ്മമാർ ഓട്ടോമാറ്റിക്കലി പെൺകുട്ടികൾ കാണിച്ചു കൊടുക്കുന്നത്. സക്സസ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ എന്നാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അമ്മമാർ എഡ്യൂക്കേഷനോടുള്ള താല്പര്യം അല്ലെങ്കിൽ വർക്കിങ്ങിനോടുള്ള താല്പര്യം സ്വയം റോൾ മോഡൽസ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെൺകുട്ടികൾക്ക് ആ ഒരു റോൾ മോഡലിംഗ് വരും. പിന്നെ എപ്പോഴും നമ്മൾ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒരു കമ്പാരിസൺ കേട്ടിട്ടുണ്ടോ, ഐശ്വര്യ റായിനെ പോലെ ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ സുഷ്മിത സെന്നെ പോലെ ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ ആഞ്ചലിന ജോളി. ഇതാണ് നമ്മൾ ശരിക്കും പെൺകുട്ടികൾ കൊടുക്കുന്ന റോൾ മോഡൽ. ഏതെങ്കിലും അമ്മ ഇന്ദിരാ നോയിനെ പോലെ ഒരു റോൾ മോഡലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം കൺവെൻഷണൽ ബ്യൂട്ടി അല്ല ഇന്ദിരാ നോയി. പക്ഷേ ഇന്ദിരാ നോയി ഇന്നിപ്പോൾ വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പ് ഫോർച്യൂൺ 500 കമ്പനീസിലെ CEO ആണ്. പക്ഷെ ഞാൻ ഇന്ന് വരെ കേട്ടില്ല ഒരു മദറും ഇന്ദിരാ നോയി എന്നെ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഇന്ത്യയിൽ എപ്പോഴും ഒരു കൺവെൻഷണൽ ബ്യൂട്ടിഫുൾ റോൾ മോഡൽ പെൺകുട്ടികൾ കാണിച്ചു കൊടുക്കും. ഇനി നമ്മൾ ആ ഒരു സിസ്റ്റം മാറ്റിയിട്ട് പെൺകുട്ടികൾക്ക് ഒരു ഇൻ്റലക്ച്വൽ റോൾ മോഡൽ. ഞാൻ പറയുന്നത് ബ്യൂട്ടിയിൽ കോൺസെൻട്രേഷൻ കൊടുക്കണം എന്നല്ല, പക്ഷേ ബ്യൂട്ടി ഒരു അണ്ടർടോൺ ചെയ്തിട്ട് ഇൻ്റലിജൻസ്, സ്മാർട്ട്നെസ് ആയിരിക്കണം നമ്മൾ റോൾ മോഡലിംഗിൽ കുട്ടികൾക്ക് എപ്പോഴും കൊടുക്കേണ്ടത്. കാരണം അത് ലോങ് ലാസ്റ്റിംഗ് ഉള്ളൂ. കാരണം ഒരു 35-40 ആകുമ്പോൾ കുട്ടിക്ക് ബ്യൂട്ടി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വീണ്ടും ഞാൻ ഫെയിലിയർ ആയി എന്നുള്ളൊരു മെസ്സേജാണ് പെൺകുട്ടി കിട്ടുന്നത്. ലൈഫ് ലോങ് നമുക്കൊരു സക്സസ്ഫുൾ റേറ്റ്, ഒരു സക്സസ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ റോൾ മോഡലിംഗ് അങ്ങനെയായിരിക്കണം. നമുക്കിടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ധാരാളം കലാകാരികളുണ്ട്. അവരെ പരിചയപ്പെടുത്തുന്ന പെണ്ണക്ഷത്രം സെഗ്മെന്റാണ് അടുത്തതായി ചന്ദ്രലേഖയിൽ. നമസ്കാരം, ഞാൻ താര ജഗദമ്പി. ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറാണ്, ഒരു വീട്ടമ്മയാണ്. ഞാൻ ചെറുപ്പം മുതലേ നൃത്തരംഗത്തുണ്ട്. ഡാൻസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് എല്ലാവരെയും പോലെ തന്നെ സ്കൂളിലെ കോമ്പറ്റീഷൻസിന് വേണ്ടിയിട്ട് ആണ് ആദ്യം നൃത്തം പഠിച്ചു തുടങ്ങിയത്. അത് അച്ഛൻ്റെ നിർബന്ധപ്രകാരമായിരുന്നു. എന്നുവെച്ചാൽ സ്കൂളിൽ ഡാൻസിന് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ചേച്ചി തന്നെ, കസിൻ ചേച്ചിയാണ്, കുസുമൻ എന്ന് പറഞ്ഞ ചേച്ചിയുടെ അടുത്താണ് എന്നെയും എൻ്റെ ചേച്ചിയെയും കൂടി ഡാൻസ് പഠിക്കാൻ ചേർത്തത് അച്ഛൻ. പിന്നെ അതിനുശേഷം സ്കൂളിൽ ഒരു മാഷ് വന്നപ്പോൾ സ്കൂളിൽ വെച്ചിട്ട് തന്നെ സ്കൂൾ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഞാൻ മാഷിൻ്റെ പേര് മുരളി എന്നാണ്. മുരളി സാറിൻ്റെ കീഴിലാണ് ഞാൻ ആ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഭരതനാട്യം, അങ്ങനെ മോഹിനിയാട്ടം, ഫോക്ക് ഡാൻസൊക്കെ പഠിച്ചു തുടങ്ങിയത്. സാറ് പിന്നീട് സാറിൻ്റെ ടീച്ചറിൻ്റെ അടുത്ത് ശ്രീദേവി എന്ന് പറഞ്ഞിട്ട് ടീച്ചറിൻ്റെ അടുത്ത് കൊച്ചിയിൽ അവിടെ കൊണ്ടാക്കുകയാണ് എന്നെ. അവിടെ നിന്ന് വീണ്ടും ഇതേപോലെ സ്കൂൾ കോമ്പറ്റീഷൻസ് ബേസ്ഡാണ് ഞാൻ ശരിക്കും നൃത്തം പഠിച്ചത്. മാഷിൻ്റെ അടുത്തു നിന്നാണ് ഭരതനാട്യത്തെക്കുറിച്ചും കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ആ കലകളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. മാഷിൻ്റെ ഒരു ശിക്ഷണം നന്നായിട്ട് എൻ്റെ കലാജീവിതത്തിൽ നല്ല രീതിയിൽ തന്നെ എനിക്ക് അത് പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവൽ വരെ കോമ്പറ്റീഷന് പങ്കെടുത്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി തലത്തിൽ ഞാൻ മഹാരാജാസ് കോളേജിലാണ് ഡിഗ്രിക്ക് പഠിച്ചത്. അപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ
കോമ്പറ്റീഷൻസിന് വേണ്ടി മാഷിൻ്റെ കീഴിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. പഠിക്കുമ്പോൾ തന്നെ എനിക്ക് കലാതിലകമാകാൻ സ്കൂൾ കോമ്പറ്റീഷൻസിൽ കലാതിലകമാകാൻ സാധിച്ചിട്ടുണ്ട്. അതിലുപരി തന്നെ എൻ്റെ കലാജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് നൽകിയത് എൻ്റെ സ്കൂളിലെ, ഞാൻ ഇടവനക്കാട് ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. അവിടുത്തെ സാറുമാർ, നളിനാശൻ മാഷ്, ഉദയഭാനു, അങ്ങനെ കുറേ സാറുമാരുടെ വളരെയധികം സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ കലാജീവിതത്തിൽ നല്ലൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഇന്നിപ്പോൾ ഈ വീട്ടമ്മ എന്ന നിലയിൽ ഇരിക്കുമ്പോൾ പോലും ആ ഒരു അവരുടെ നല്ലൊരു അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് എൻ്റെ കലാജീവിതം എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. വാസുദേവ മാഷിൻ്റെ കീഴിൽ പഠിക്കുകയും പിന്നീട് എൻ്റെ കല്യാണം, ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എൻ്റെ വിവാഹം. അപ്പോൾ കല്യാണത്തിന് ശേഷം ഏതൊരു പെൺകുട്ടിയെ പോലെ തന്നെ കുറച്ച് നാൾ സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നു. കോമ്പറ്റീഷൻ ഫീൽഡിലൂടെയാണ് നൃത്തരംഗത്തേക്ക് വന്നത് എങ്കിലും, പക്ഷെ ഇപ്പോൾ ഡാൻസ് ഞാൻ കോമ്പറ്റീഷൻ ഫീൽഡിലൂടെയും വന്നെങ്കിലും എന്നിൽ ആ ഒരു മത്സരബുദ്ധി ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ചെയ്യും, കളിക്കും, നമ്മൾ പോരും, പക്ഷേ നമ്മൾക്ക് പ്രൈസൊക്കെ എല്ലാം കിട്ടാറുണ്ട്. പക്ഷെ അതിനെ എൻ്റെ മനസ്സിൽ ഇന്നേ വരെ ഒരു നൃത്തത്തെ കോമ്പറ്റീഷനായിട്ടൊരു മത്സരം, അയ്യോ എനിക്ക് അടുത്തത് എനിക്ക് ഫസ്റ്റ് മേടിക്കണം, അങ്ങനെ തോൽപ്പിക്കണം, അങ്ങനെയുള്ളൊരു ചിന്ത ഈ നിമിഷം വരെ എനിക്ക് ഉണ്ടായിട്ടില്ല. നമ്മളെ പഠിപ്പിച്ചത് എന്താണോ അത് നന്നായിട്ട് ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുക, അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നൃത്തത്തെ അറിഞ്ഞു തുടങ്ങിയപ്പോഴും, ഭരതനാട്യം എന്ന കലയെ അറിഞ്ഞപ്പോൾ ഞാൻ അതിനെ മനസ്സിൽ അതൊരു സാധനയായിട്ട്, അതിലൊരു ആത്മസമർപ്പണം പോലെ, അതൊരു ഡെഡിക്കേഷൻ, മനസ്സ് ഒരു ഡിവോട്ടി എന്ന നിലയ്ക്ക് ഞാൻ അതിനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആനന്ദിച്ച് ആസ്വദിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കലയാണ് ഭരതനാട്യം. അതിന് എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് കലയ്ക്കൊരു പ്രായം ഒരു തടസ്സമല്ല. ശരിക്കും പറഞ്ഞാൽ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ടെക്നോളജിയിൽ അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ടെക്നോളജിയിൽ അപ്ഡേറ്റഡ് ആകാൻ സ്ത്രീകളെ സഹായിക്കുന്ന സെഗ്മെൻ്റാണ് അടുത്തതായി ചന്ദ്രലേഖയിൽ. ഇനി പിഞ്ചോമനകൾക്ക് പിച്ച വയ്ക്കും പ്രായത്തിലും കാലുറപ്പിച്ച് നടക്കാം. കുഞ്ഞുങ്ങൾ വീഴാതിരിക്കാനുള്ള പാദരക്ഷയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് BMW. പിച്ച വെച്ച് നടക്കുന്ന പ്രായത്തിൽ തങ്ങളുടെ കുഞ്ഞോമന എവിടെയെങ്കിലും തട്ടി വീഴുമോ എന്ന പേടിയാണ് ഓരോ മാതാപിതാക്കൾക്കും. എന്നാൽ ഈ ആശങ്കകളെല്ലാം ദൂരത്തേക്ക് മാറ്റിവെച്ച് കുഞ്ഞിനെ സ്വതന്ത്രമായി നടക്കാൻ അനുവദിക്കാൻ തങ്ങൾ സഹായിക്കാമെന്ന് വാഹന നിർമ്മാണ രംഗത്തെ ഭീമനായ BMW വാഗ്ദാനം.
കുഞ്ഞുങ്ങൾ ആദ്യമായി നടന്നു തുടങ്ങുന്ന നേരത്ത് അവർ ഒരിക്കലും വീഴാതിരിക്കാനുള്ള സാങ്കേതിക വിദ്യയോട് കൂടിയ പാദരക്ഷകൾ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് BMW. 3 വയസ്സിന് താഴെയുള്ള ഏതൊരു കുഞ്ഞിനും ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള എക്സ്ട്രൈവ് ബേബി ഷൂസ് ആണ് കമ്പനി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഏത് പ്രതലത്തിലും കുഞ്ഞുങ്ങൾക്ക് ഇനി സുഗമമായി നടക്കാം. അതിനനുസൃതമായ സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ നടത്തത്തിന് അസൗകര്യമുണ്ടാക്കാത്ത വിധത്തിലുള്ള മെറ്റീരിയലുകളാണ് ഷൂസിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കമ്പനി വ്യക്തമാക്കി. BMWന്റെ ലോഗോയും ഷൂസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചന്ദ്രലേഖയുടെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും കാണാം.